ഹലോ. സോ ഇന്ന് എനിക്കൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുണ്ട്. വയ്യ, നല്ല തൊണ്ടവേദന, നല്ല ചുമയൊക്കെ ഉണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറവുണ്ടെങ്കിൽ പോലും ചാറ്റൽ മഴയൊക്കെ തട്ടുമ്പോൾ പിന്നെയും സൗണ്ടൊക്കെ അടഞ്ഞ ആകെ പ്രശ്നമാണ്. എങ്കിൽ പോലും നമുക്കൊരു വർക്ക് കിട്ടിയാൽ ഞാൻ എന്തായാലും എടുക്കും. എന്നെ കൊണ്ട് ഒരു ഇത്തിരി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും എടുക്കും. ഇപ്പൊ എത്ര പനി പിടിച്ച് നടന്നാലും ഞാൻ ഒരു വർക്ക് എടുക്കും. അത്രയ്ക്ക് എനിക്ക് മിക്കപ്പോഴും പണി കിട്ടുന്നതെന്ന് വെച്ചാൽ ഞാൻ വർക്ക് എടുക്കും, വർക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഈ ഡെലിവറി ടൈമിലായിരിക്കും എനിക്ക് കൊണ്ട് കൊടുക്കാന്നൊക്കെ പറയുന്ന വർക്കാണെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടാറുണ്ട്. ചില സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വിളിച്ചൊക്കെ പറയും, എന്ന് വെച്ചാൽ എന്തെങ്കിലും അസുഖം മൂലം കൊടുക്കാൻ പറ്റത്തില്ല. സോ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു സാറാണ്. ആള് ട്യൂഷൻ സാറാണ്, സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ സാറിന് പറയുന്നതിന് മുമ്പേ ഞാൻ ചേട്ടാന്ന് വിളിച്ചു തുടങ്ങിയ ചേട്ടനാണ്. എൻ്റെ കുഞ്ഞമ്മയുടെ മോനെ പഠിപ്പിക്കാൻ വന്ന ചേട്ടനാണ്. സോ സാറ് എന്ന വർക്കാണ്. വർക്കൊക്കെ കുറേ നാളായി കേട്ടോ പാവം തന്നിട്ട്. സംഭവം ഈ ക്രാഫ്റ്റേഴ്സിന് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കൊരു ക്രാഫ്റ്റ് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സ്പെസിഫിക് ഡേറ്റ് മാക്സിമം പറയണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളത് ചെയ്യത്തില്ല. കാര്യം ഞങ്ങൾക്ക് മടിയാണ്. ഞാനിത് എത്ര നാളുകൊണ്ട് വെച്ചോണ്ടിരിക്കുന്നത് അറിയാമോ? ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാ തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാളായി. അറ്റ് ലാസ്റ്റ് ഞാൻ ഇത് ചെയ്ത് കൊടുക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് സംഭവം എന്ന് വെച്ചാൽ പോളറോയിഡ്സ്, സാറിൻ്റെ ഇരുന്ന് കുറച്ച് പോളറോയിഡ്സ് വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ഒരു റിക്വയർമെന്റ്സ്, വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാം എനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനങ്ങനെ ഹാങ്ങിങ്സ് ചെയ്ത് പരിചയമൊന്നും എനിക്കില്ല. എങ്കിൽ പോലും എൻ്റെ മൈൻഡിൽ വന്നൊരു സംഭവം അങ്ങ് ഞാൻ ചെയ്യാന്ന് കരുതി. അപ്പൊ ഞാൻ ഇപ്പൊ എവിടെ വരെ എത്തിയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതൊക്കെ ഞാൻ മേടിച്ച് മുമ്പേ എൻ്റെ കയ്യിലുള്ള സാധനം. അപ്പൊ അത് വെച്ച് ഞാൻ ഒരു വുഡിന്റെ ഒരു സംഭവം കിട്ടി. അത് ഇത്രയും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും ഞാൻ കംപ്ലീറ്റ് ആക്കി. ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആളുടെ കുറച്ച് പോളറൈഡ്സ് ആണ് ഹാങ് ചെയ്യാനുള്ളത്. കുറച്ച് ഫോട്ടോസ് ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ചെയ്യുന്ന പോളറോയിഡ്സിന് അത്രയും ക്ലാരിറ്റി ഇല്ല കേട്ടോ. എന്തായാലും നല്ല പോളറോയിഡ്സ് ക്ലാരിറ്റി ഉള്ളതുണ്ട്. അതിനനുസരിച്ച് റേറ്റും കൂടും. സോ ഈ ഫോട്ടോസിന് നമുക്കൊന്ന് പഞ്ച് ചെയ്തൊരു ഹോൾ ഇടണം ഈ സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ ഹോൾ ഇട്ടിട്ടൊക്കെ കാണിച്ചു തരാം. സോ ഞാൻ പഞ്ചിങ് മെഷീൻ ഇട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് യൂസ് ചെയ്ത് ഇത് ഹാങ് ചെയ്യുന്ന രീതി ആക്കണം. എന്തായാലും വർക്ക് ഗോയിങ് ഓൺ ആണ്. ലാസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ടൊക്കെ ഫൈനൽ ലുക്ക് ഇട്ട് തരാവേ. സോ ഗായ്സ്, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നോക്കി കണ്ടോ, സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വേണമെങ്കിൽ എല്ലാവരും എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. യൂട്യൂബിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടെങ്കിൽ. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.